കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപുരം എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ എവിടെ നോക്കിയാലും റബ്ബർ തോട്ടങ്ങൾ മാത്രമാണ്. ഇത്തരം ഇടതൂർന്ന റബ്ബർ തോട്ടത്തിന് നടുവിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മനോഹരമായ ഓടിട്ടൊരു ചെറിയ വീട്. ആ വീട്ടിൽ വൃദ്ധ ദമ്പതികൾ താമസിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ, തങ്കമണി എന്ന ദമ്പതികളാണ് അവിടെ താമസിക്കുന്നത്. ആ പ്രദേശവാസികൾ ആ വീടിനെ വിളിക്കുന്നത് അമേരിക്കൻ ഹൗസ് എന്നാണ്. ഇതിനർത്ഥം ആ ദമ്പതികളുടെ 2 മക്കൾ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി നേടുകയും അവസാനം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കി. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളും തമാശയ്ക്ക് അവരെ അമേരിക്കൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. മക്കൾ അമേരിക്കയിലാണ്. വൃദ്ധ ദമ്പതികൾ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ ഏരിയയിലെ ജനങ്ങൾക്കിടയിൽ വളരെ നല്ല ബന്ധം തന്നെ ഇവർക്കുണ്ട്. ഉദാഹരണത്തിന് അവർ ഉള്ളത് ആ റബ്ബർ തോട്ടത്തിനിടയിലെ വീട്ടിലാണ്. ദിവസവും രാവിലെ റബ്ബർ തോട്ടത്തിൽ ജോലിക്ക് വരുന്നവർ ചെയ്യുന്നത്, അവർ 6 മണിക്ക് ഇവരുടെ വീടിന് മുൻപിൽ വന്നിരിക്കും, ഒരു കാപ്പി കുടിക്കും, സന്തോഷത്തോടു കൂടി സംസാരിച്ചിട്ട് പിന്നെയാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ 2016 നവംബർ മാസം 15-ന് മണിച്ചായൻ എന്ന വ്യക്തി പതിവ് പോലെ 6 മണിക്ക് ഈ റബ്ബർ തോട്ടത്തിൽ ജോലിക്ക് വരുന്നു. ദിവസവും ഇങ്ങനെ 6 മണിക്ക് ഇവരുടെ വീടിന്റെ വാതിൽക്കൽ വന്നിരിക്കുന്നത് പതിവാണ്. തങ്കമണി ചൂടോടുകൂടി ഒരു ചായ കൊടുക്കും. അതിനുശേഷം റബ്ബർ ജോലിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അതും എടുത്തുകൊണ്ട് ജോലിക്ക് പോകും. ഇങ്ങനെ അന്നത്തെ ദിവസം 6 മണിക്ക് വന്നു. അപ്പോഴും വീടിന്റെ വാതിൽ പൂട്ടിയിരിക്കുകയാണ്. ഇത് അയാൾക്ക് വളരെ വ്യത്യസ്തമായി തോന്നി. കാരണം എപ്പോഴും ഈ കുടുംബം വളരെ നേരത്തെ എഴുന്നേൽക്കും. എന്നാൽ ഇന്ന് 6 മണിയായിട്ടും വാതിലുകൾ പൂട്ടിയിരിക്കുകയാണ്. പുറത്തു നിന്നും ഈ ദമ്പതികളുടെ പേര് വിളിച്ചു നോക്കി. പക്ഷെ അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഒരുപക്ഷെ വീടിന് പിൻവശത്ത് ഈ ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് വീടിന് പിന്നിലേക്ക് പോയി നോക്കി. അവിടെയും സാധനങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ അവരെ വീട്ടിൽ ഇല്ലായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ആ വീട്ടിൽ നിന്നും തിരികെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ വീടിനുള്ളിൽ നിന്നും ഒരു ഞെരഞ്ഞരക്കം കേൾക്കുന്നു. അതായത് വേദനാജനകമായ ഒരു ചെറിയ ശബ്ദം. ഇയാൾ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടു. ആ ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. വല്ലാത്ത ഉത്കണ്ഠയോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഓടിട്ട വീടിന്റെ മേൽക്കൂര. ആ മേൽക്കൂരയുടെ മുകളിലുണ്ടായിരുന്ന ഒരു 4-5 ഓടുകൾ കാണുന്നില്ല. അതിനർത്ഥം ആരോ ഓട് പൊളിച്ച് വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അയാൾ വളരെ ഭയത്തോടു കൂടി വീടിനടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. വീണ്ടും ശ്രദ്ധയോടുകൂടി കാതുകൾ കൂർപ്പിച്ച് കേട്ടു. ഇപ്പോഴും ആ ഞരക്കം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അയാൾ സഹായത്തിനായി തൊട്ടടുത്തുള്ള നിരവധി ആളുകളെ വിളിച്ചു. അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ വീടിന് ചുറ്റും ഒരുപാട് ആളുകൾ തടിച്ചുകൂടുന്നു. എല്ലാവർക്കും ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ദമ്പതികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായി ഇവർ കിടക്കുന്ന കിടപ്പുമുറിക്കരികിലായി ഒരു ജനാലയുണ്ട്. ആ ജനാല ഗ്ലാസ് പൊട്ടിച്ചു നോക്കുന്നു. ഇപ്പോ ആ വീടിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. അതിനുള്ളിലേക്ക് അവർ എത്തി നോക്കുമ്പോൾ ബെഡ്റൂമിന് താഴെ ഈ ഗോപാലകൃഷ്ണൻ എന്ന വൃദ്ധൻ കിടപ്പുമുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരൊറ്റ ചലനം പോലും ഇല്ല. ഇനി മുകളിൽ ബെഡിലായി തങ്കമണി എന്ന സ്ത്രീയും ശരീരത്തിൽ നിരവധി മുറിവുകളോടുകൂടി കിടക്കുകയാണ്. അവരിൽ നിന്നാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ പോലീസിനെയും പാരാമെഡിക് ടീമിനെയും അറിയിച്ചു. അതിനുശേഷം ജനങ്ങൾ വാതിൽ തകർത്തകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു. ജീവന് വേണ്ടി മല്ലിടുന്ന തങ്കമണി എന്ന സ്ത്രീയെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഗോപാലകൃഷ്ണൻ ഇതിനകം തന്നെ മരിച്ചിട്ടുണ്ട്. ആ ഒരു ക്രൈം സീൻ കാണുമ്പോൾ തന്നെ സത്യത്തിൽ ഈ വൃദ്ധ ദമ്പതികളുടെ അവസാന നിമിഷം ശരിക്കും വേദനാജനകമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഈ ഒരു ക്രൈം സീൻ മുഴുവനും പരിശോധിക്കുമ്പോൾ ഈ കൊലപ്പെടുത്തി ആൾ വന്നത് പുറമെ കാണുമ്പോൾ മനസ്സിലായതുപോലെ തന്നെയാണ്. ഓട് പൊളിച്ചകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒരു കയറ് വെച്ച് ഇറങ്ങിയതിന്റെ തെളിവും ലഭിക്കുന്നുണ്ട്. അതായത് മുകളിലുള്ള ബീമിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയർ കൃത്യമായി ഈ വീടിനുള്ളിലെ ഒരു മേശയ്ക്ക് മുകളിൽ വന്നാണ് ലാൻഡ് ആയത്. അതായത് ഈ വീടിനുള്ളിലേക്ക് കയറിയ വ്യക്തിക്ക് എവിടെയാണ് ടേബിൾ ഉള്ളത് എന്നറിയാം. എവിടെ ഓട് പൊളിച്ചാൽ കൃത്യമായി ഇറങ്ങാൻ കഴിയുമെന്നുള്ളതും അറിയാം. അപ്പോൾ ഈ കൊലപാതകം നടത്തിയ വ്യക്തി തീർച്ചയായും ഇവർക്ക് വളരെ അടുപ്പമുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇവർ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഇവർ ഈ വീടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു പരിചയക്കാരൻ തന്നെ ആയിരിക്കണം എന്ന് പോലീസ് സംശയിച്ചു. മൊത്തത്തിൽ ഈ കൊലപാതകം ചെയ്തത് ഈ പ്രദേശത്ത് നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഫോറൻസിക് വിദഗ്ധർ ഈ ഒരു ക്രൈം സീൻ മുഴുവനും പരിശോധിക്കുമ്പോൾ ഇവിടെ നിന്നും വളരെ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു. 1-ലധികം വിരലടയാളം ലഭിച്ചു. ഈ ഭാര്യ ഭർത്താക്കന്മാരുടേത് ഒഴികെ മൊത്തം 11 ഫിംഗർ പ്രിന്റ്സ് ലഭിച്ചു. ഇത് മുഴുവനും പരിശോധിക്കുമ്പോൾ അത് 7 വ്യത്യസ്ത വ്യക്തികളുടേതാണ് എന്നും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം ഒരാൾ മാത്രമായിരിക്കില്ല ചെയ്തത്, ഒരു സംഘം ചേർന്നായിരിക്കാം ചെയ്തത്. ഈ വീട്ടിൽ അപ്പോൾ 7 പേർ കയറിയിട്ടുണ്ട്. പോലീസ് ഉടൻ തന്നെ മണം പിടിക്കുന്ന നായകളെയും കൊണ്ടുവന്ന് ഈ 7 പേർ എവിടെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നുള്ളത് പരിശോധിക്കുന്നു. എന്നാൽ ഈ മണം പിടിക്കുന്ന നായ കുറച്ചു ദൂരം ചെന്നിട്ട് അതിനും കൺട്രോൾ നഷ്ടമായി.
പിന്നെ കൊലപാതകികൾ എവിടെ പോയി എന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണം, ഉദ്ദേശം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ 99% കവർച്ചയായിരിക്കും, പണത്തിന് വേണ്ടി ചെയ്ത കൊലപാതകമായിരിക്കും. പക്ഷെ പോലീസ് ക്രൈം സീനിൽ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, തങ്കമണി എന്ന സ്ത്രീ കഴുത്തിൽ 7 പവൻ മാല ധരിച്ചിരുന്നു. ആ മാല മാത്രമാണ് നഷ്ടമായത്. അത് ഏകദേശം ഒരു 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഉണ്ടാകും. ഇതുകൂടാതെ ആ വീട്ടിൽ നിന്നും ഏതൊരു വസ്തുവും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ഇവരുടെ വീട്ടിൽ അലമാരയിൽ വില കൂടിയ നിരവധി ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം പണം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ കൊന്ന കൊലയാളി ആ അലമാര തുറക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. വെറുതെ ആ സ്ത്രീ ധരിച്ചിരുന്ന മാല മാത്രമാണ് എടുത്തത്. വന്ന വഴി തന്നെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. സത്യത്തിൽ ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പോലീസിനെ കൊണ്ട് ഊഹിക്കാനേ സാധിച്ചില്ല. വെറും 7 പവന്റെ മാലയ്ക്കാണോ ഈ കൊലപാതകം നടന്നത്? പോലീസിന് ഇതൊരു സംശയമായി തന്നെ മാറി. ശരിക്കും കവർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കൊലപാതകമാണോ, അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ സമയത്ത് തന്നെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഈ തങ്കമണി എന്ന വൃദ്ധ സ്ത്രീയും അന്തരിച്ചു. ഇവരുടെ 2 പേരുടെ ശരീരവും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഈ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ശരീരത്തിൽ 82 മുറിവുകൾ ഉണ്ടായിരുന്നു. തങ്കമണി എന്ന സ്ത്രീയുടെ ശരീരത്തിൽ 42 മുറിവുകളും ഉള്ളത് കണ്ടു. മുറിവുകൾ എന്ന് പറഞ്ഞാൽ തലയുടെ പിൻഭാഗത്ത് ശക്തമായ ഒരു പ്രഹരം ഉണ്ടായിരുന്നു. കൂടാതെ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കൈകൾ, കാലുകൾ, ശരീരം, കഴുത്ത് തുടങ്ങിയ പല സ്ഥലങ്ങളിൽ വെട്ടിയ പാടും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കൊലയാളികൾ ഈ 2 പേരെയും വളരെ ക്രൂരമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട്. റബ്ബർ തോട്ടത്തിന് നടുവിൽ വളരെ മനോഹരമായ ഒരു ഓട് വീട്ടിൽ താമസിച്ച സമാധാനമായി ജീവിച്ച ദമ്പതികളെ കൊന്ന കൊലയാളികൾ ആരെല്ലാം? പോലീസ് അവരെ പിടികൂടിയോ ഇല്ലയോ? നിരവധി ആശയക്കുഴപ്പങ്ങളും വഴിത്തിരിവുകളുമുള്ള കേരളത്തിൽ സംഭവിച്ച ഒരു വ്യത്യസ്തമായ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. എന്നാൽ വീഡിയോ കണ്ടവസാനിക്കുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ സിനിമ കണ്ട അനുഭൂതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ ഇവരെ ആര് കൊന്നു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പേരുടെ ഫിംഗർ പ്രിന്റ്സ് പോലീസിന് ലഭിച്ചു. ഇതിനുശേഷം പോലീസ് അടുത്ത ഘട്ട അന്വേഷണം ആരംഭിച്ചത് സെൽഫോൺ ടവർ സിഗ്നൽസ് എടുക്കുന്നു. അതായത് ഈ ഡെഡ് ബോഡി കണ്ടെത്തിയത് 15-ാം തീയതിയാണ്. 14-ാം തീയതി രാത്രി ആയിരിക്കാം ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. 14, 15, 16 തീയതികളിൽ വീടിനടുത്തോ ആ പ്രദേശത്തോ വന്നു പോയ എല്ലാവരുടെയും മൊബൈൽ ഫോൺ സിഗ്നൽസ് എടുക്കുന്നു. ഒരു ലിസ്റ്റായി തന്നെ എടുത്തു. അതും 14-ാം തീയതിയും 15-ാം തീയതിയും ആരൊക്കെ ഉണ്ടായിരുന്നു? കൊലപാതകം നടന്ന 14-ാം തീയതി രാത്രി ഈ വീടിനടുത്ത് ആരെല്ലാം ഉണ്ടായിരുന്നു? കൊലപാതകത്തിന് ശേഷം ആരാണ് ഈ പ്രദേശം വിട്ട് പോയത്? കൊലപാതകത്തിന് ശേഷം ആരുടെ മൊബൈൽ ഫോണുകളാണ് സ്വിച്ച് ഓഫ് ആയത്? ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ടെലിഫോൺ വകുപ്പിനോട് മുഴുവൻ വിവരങ്ങളും ആവശ്യപ്പെട്ടു. കവർച്ച ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശമല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതുപോലെ ആ ഒരു സംശയം സ്ഥിരീകരിക്കാൻ ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവരുടെ മക്കൾ അമേരിക്കയിലാണെങ്കിൽ പോലും ഇവർ അപ്പോഴും ഒരു മിഡിൽ ക്ലാസ് കുടുംബം തന്നെയായിരുന്നു. ജനിച്ചതും സമ്പന്നരായിട്ടല്ല. ഈ റബ്ബർ എസ്റ്റേറ്റും അവരുടേതല്ല. ആ റബ്ബർ എസ്റ്റേറ്റിന് നടുവിൽ ഒരു ചെറിയ വീട്, ആ വീട് മാത്രമാണ് അവരുടേത്. വളരെ ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിക്കുന്നു. മക്കളും അവരുടെ ശ്രമത്തിലാണ് അമേരിക്കയിലേക്ക് ജോലിക്ക് പോയത്. അപ്പോൾ ഈ ദമ്പതികൾ സമാധാനമായി ഒരു മിഡിൽ ക്ലാസ് കുടുംബം ജീവിതമാണ് നയിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ധാരാളം പണമൊന്നുമില്ല, ഒരുപാട് ആഭരണങ്ങളും ഇല്ല. ഇതൊക്കെ ലോക്കലുള്ള എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ ദമ്പതികളെ എന്തിനു വേണ്ടിയാണ് ഇവർ കൊന്നത്? പോലീസിന് തുടക്കം മുതലേ ഉള്ള സംശയം ഇവരെ കുറിച്ച് അറിയാവുന്നവർ, ആ പ്രദേശവാസികൾ ആരോ തന്നെയായിരിക്കണം ഇത് ചെയ്തത്. അതുകൊണ്ട് ആ കൊലപാതകം നടന്ന ആ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സംശയാസ്പദമായ വ്യക്തികളുടെ എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആകെ 2000 ആളുകൾ ഈ അന്വേഷണ വലയത്തിൽ വന്നു. സത്യത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. പക്ഷെ അത് ചെയ്തേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഈ 2000 പേരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുത്ത് പോലീസ് ഓരോന്നായി മാച്ച് ചെയ്ത് നോക്കി. ഈ ക്രൈം സീനിൽ ലഭിച്ച ഫിംഗർ പ്രിന്റ്സുമായി മാച്ച് ചെയ്ത് നോക്കി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. കൊലയാളികളുടെ 7 ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ഈ 7 × 2000 14,000 ഫിംഗർ പ്രിന്റ് ഓരോന്നായി താരതമ്യം ചെയ്ത് നോക്കണം. ഡിജിറ്റലൈസ്ഡ് ആണെങ്കിൽ പോലും ഇത് വളരെ വലിയൊരു ജോലിയാണ്. ഇങ്ങനെ മാസങ്ങളോളം പോലീസ് ഒരുപാട് ശ്രമിച്ചിട്ടും ഇത്രയധികം ഫിംഗർ പ്രിന്റ്സിന് താരതമ്യം ചെയ്തിട്ട് പോലും
കൊലയാളിയുടെ വിരലടയാളവുമായി ഒന്നും മാച്ചായില്ല. അതുപോലെ പോലീസ് കളക്ട് ചെയ്ത ഈ ഫോൺ ടവർ ലൊക്കേഷൻസ്, ആ പ്രദേശത്ത് പലരും റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ചിലർ ആ പ്രദേശത്ത് നിന്ന് ദിവസവും പുറത്തേക്ക് പോവുകയും വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സഞ്ചാരം ആ പ്രദേശത്ത് വളരെ കൂടുതലായതുകൊണ്ട് ലക്ഷക്കണക്കിന് സെൽഫോൺ സിഗ്നൽസ് ടവേഴ്സ് ലൊക്കേഷനും ലഭിച്ചു. അതുകൊണ്ട് പോലീസിന് ഇതും കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല. കേരള പോലീസ് എത്രയൊക്കെയോ ശ്രമം നടത്തി, തെളിവുകൾ ഉണ്ടായിട്ടും ഫോറൻസിക് വർക്ക് ചെയ്തിട്ട് കൂടിയും സത്യത്തിൽ സുരക്ഷിതമായ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച ആ ദമ്പതികളെ ആര് കൊന്നിരിക്കാം എന്നുള്ളത് കണ്ടെത്താനേ സാധിച്ചില്ല. പിന്നീട് അവർക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ല. സംശയാസ്പദമായ ആരെയും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഈ കൊലപാതക കേസിന്റെ പുരോഗതി പതിയെ 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 കുറഞ്ഞു വരാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. എന്തിന് വർഷങ്ങൾ? പല വർഷങ്ങളായി ദമ്പതികളെ ആര് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്താൻ കേരള പോലീസിനെ കൊണ്ടായില്ല. ഇങ്ങനെ ഒരു കേസ് പൂർണ്ണമായ ഒരു കോൾഡ് കേസായി മാറി. വർഷങ്ങളോളം പോലീസ് ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കാൻ തുടങ്ങി. ഇവരുടെ മക്കൾ അമേരിക്കയിലാണെങ്കിലും അവർ എപ്പോഴെല്ലാമാണോ അവധിക്കാലം ആഘോഷിക്കാനെ നാട്ടിലേക്ക് വരുന്നത് അപ്പോഴെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥർ, MP, MLA, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഒരു പ്രഷർ അവർ നൽകി. കൊലയാളിയെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ ആളുകൾ സുരക്ഷിതരായിരിക്കില്ല, എന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് നീതി ലഭിക്കണം. ഇങ്ങനെ മക്കളുടെ സമ്മർദ്ദം കാരണം അവസാനം 2019 കേരള പോലീസ് വീണ്ടും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്തു. എന്നാൽ ഇത്തവണ കേരള പോലീസ് ഇത് ഹാൻഡിൽ ചെയ്തില്ല. കേരളത്തിലെ CBCIDയിലേക്ക് ഈ ഒരു കേസ് കൈമാറ്റം ചെയ്തു. അവർ ഈ ഒരു കേസ് വളരെ ഫ്രഷായി ആരംഭിച്ചു. സാധാരണ പോലീസിൽ നിന്നും ഒരു കേസ് CBCIDയിലേക്ക് വരുമ്പോൾ പോലീസിന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും അന്വേഷണ വിശദാംശങ്ങളെല്ലാം ഇവർ വാങ്ങും. അങ്ങനെ ലഭിച്ച കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ കേരള പോലീസ് ഈ ഒരു കേസിൽ വളരെ നന്നായി തന്നെ ജോലി ചെയ്തിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. കേരള പോലീസിന് കേസ് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ കഠിനാധ്വാനം 200% ഇതിൽ നൽകിയിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിലൂടെ തന്നെ അവർക്ക് മനസ്സിലായി. മൊത്തം 4 തരത്തിലുള്ള ഡാറ്റ പോലീസ് ടീം കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത്, ഈ ഒരു കേസിൽ മൊത്തം 35 സസ്പെക്ട് അകത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ CBCID ഈ 35 പേരെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഓരോരുത്തരായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിലും CBCIDയെ കൊണ്ട് ഒരാളെ കുറ്റക്കാരനെ കണ്ടെത്താൻ സാധിച്ചില്ല. അടുത്തത്, കേരള പോലീസ് ഇതിനകം തന്നെ ധാരാളം മൊബൈൽ ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അതും എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. കൊലപാതകം നടന്നപ്പോൾ വീടിനടുത്ത് RD സിഗ്നലാണ് ആക്റ്റീവ് ആയിരുന്നത്. പിന്നീട് ആ ഒരു സിഗ്നൽ എപ്പോഴാണ് ആ നാട് വിട്ട് പുറത്തേക്ക് പോയത്, എപ്പോഴാണ് അകത്തേക്ക് വന്നത്, എത്ര ദിവസം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, നിരവധി ഡാറ്റ ഉണ്ടായിരുന്നു. ഇതും ഇരുന്ന് മാസങ്ങളോളം CBCID പരിശോധിച്ചു നോക്കുന്നു. ആ ഡാറ്റയിൽ നിന്ന് പോലും ഒരു നിഗമനത്തിൽ എത്താൻ സാധിച്ചില്ല. മൂന്നാമതായി കേരള പോലീസിന് ലഭിച്ചൊരു ഡാറ്റ, ഈ കൊലപാതകം നടന്നതിന് ശേഷം ആരൊക്കെയാണ് ആ നാട്ടിൽ നിന്നും സ്ഥിരമായി താമസം മാറിയത്. കാരണം ഒരുപക്ഷെ ആരെങ്കിലും കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഭയന്നവർ പൂർണ്ണമായും ആ നാട് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതും അവർ പരിശോധിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് യാതൊരു തെളിവും അതിൽ നിന്നും ലഭിച്ചില്ല. ഒടുവിൽ അവസാനമായി വിരലടയാളം. അത് ഇതിനകം 2000 ആളുകളുടെ വിരലടയാളം താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ CID കുറച്ചുകൂടെ ആളുകളുടെ വിരലടയാളം ശേഖരിച്ച് ആ പ്രദേശത്തെ ആളുകളുടെ എല്ലാം വിരലടയാളം വാങ്ങി വീണ്ടും ഈ ക്രൈം സീനിൽ ലഭിച്ച വിരലടയാളവുമായി താരതമ്യം ചെയ്ത് നോക്കി. ഇത്തവണയും ഇവർ വളരെയധികം ശ്രമിച്ചിട്ട് കൂടിയും ഏതൊരു ഫിംഗർ പ്രിന്റ് മാച്ച് ആയില്ല. മൊത്തത്തിൽ കേരള പോലീസ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CBCIDയും വളരെയധികം പരിശ്രമിച്ചു. പക്ഷേ അവർക്കും ഈ ഒരു കൊലപാതകയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. എന്നാൽ പോലീസിനും CBCIDക്കും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് പറഞ്ഞത്, ഒരാൾ ഓട് പൊളിച്ച് അകത്തേക്ക് കയറി ആ ദമ്പതികളെ കൊന്നിട്ട് 7 പവൻ മാല എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്തുകൊണ്ട് അതൊരു പ്രൊഫഷണൽ കൊലയാളി ആയിക്കൂടാ എന്ന്. വീടിനുള്ളിൽ കൊള്ളയടിക്കുന്നതിൽ അവർ വിദഗ്ധരായിരിക്കാം, കൊലപാതകം ചെയ്യുന്നതിലും വിദഗ്ധരാണ് എന്ന രീതിയിലായിരുന്നു പോലീസ് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ CBCID പറഞ്ഞത്, ഈ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇവരുടെ ശരീരത്തിലെ മുറിവുകളുടെ സ്വഭാവം നോക്കുമ്പോൾ ഒരു കൊലപാതകി പരിചയസമ്പന്നനാണെങ്കിൽ അവർക്ക് കൃത്യമായി അറിയാമായിരിക്കും ഒരാളെ കൊല്ലണമെങ്കിൽ എവിടെ വെട്ടാം, എവിടെ ആക്രമിക്കണം എന്നൊക്കെ. പക്ഷേ ഈ കേസിൽ അകത്തേക്ക് വന്ന വ്യക്തികൾ ഭ്രാന്തന്മാരെ പോലെയാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ദേഹം ആസകലം ആക്രമിച്ചത്. 82 തവണ, ഭാര്യയെ 42 തവണ. കൊലയാളിയുടെ കൈവശമുള്ള ഏതോ ഒരു ആയുധം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമരഹിതമായി ആക്രമിച്ചു. അപ്പോൾ ഇതിൽ നിന്നും അവരെ കൊന്ന കൊലയാളി യഥാർത്ഥത്തിൽ ഒരു പരിചയ സമ്പന്നനോ പ്രൊഫഷണലിസ്റ്റോ അല്ല എന്ന് CBCID പറഞ്ഞു. പക്ഷെ ഇവരെ കൊണ്ട് കേസ് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും പരിഹരിക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ഏതായാലും ഈ പ്രദേശത്തുള്ള ആരോ ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്ത് തന്നെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോലീസുകാരെ പോലെ അല്ലാതെ സാധാരണ തൊഴിലാളികളെ പോലെ ഇവിടെ അങ്ങ് ജീവിക്കാം. ജനങ്ങളുമായി ചേർന്ന് ഇവിടെ താമസിച്ച്
ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം നേടിയെടുക്കുകയാണെങ്കിൽ കൊലപാതകിയുടെ അടുത്ത് എത്താൻ കഴിയുമെന്നവർ വിശ്വസിച്ചു. അങ്ങനെ ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ഒരു വാടക വീടെടുത്തു. സാധാരണ തൊഴിലാളികളെ പോലെ ഇവിടെ താമസിച്ചു. രാവിലെ പോകും, വൈകുന്നേരം ചിരിച്ചു വരും. അവിടെയുള്ള ആളുകളൊക്കെ ചിന്തിച്ചത് പുതുതായി ആ ഏരിയയിലേക്ക് ജോലിക്ക് വന്ന ആളുകളാണെന്ന്. പക്ഷെ പോലീസ് അത്രമാത്രം ശ്രമിച്ചിട്ടും അവർക്ക് കൊലയാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല. നിർഭാഗ്യവശാൽ ഈ സമയത്താണ് കോവിഡ് പാൻഡമിക് വന്നത്. 2020 രാജ്യം മുഴുവനും ലോക്ക്ഡൌണിലേക്ക് വന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ CBCIDക്കും ആ ഒരു പ്രദേശം വിട്ട് മാറുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വ്യത്യസ്തമായ ഒരു ആശയം ലഭിച്ചു. ഈ CBCID ടീമിലെ ഒരു വ്യക്തി കോവിഡ് സമയത്ത് വാക്സിൻ എടുക്കാനായി ഒരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അയാൾ തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പൊ വാക്സിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം. ഇതിനകം നമ്മുടെ വിരലടയാളമൊക്കെ പതിപ്പിച്ച് ആധാർ ലിങ്ക് ആയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി വന്ന് അവിടെ വിരലടയാളം പതിപ്പിക്കുമ്പോൾ ആധാർ ലിങ്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും വാക്സിൻ നൽകുകയും ചെയ്യുകയുമുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഓഫീസർ വാക്സിൻ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ ഒരുപാട് പ്രശ്നം ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ വാക്സിൻ നൽകുന്നില്ല എന്ന്. അവിടെയുള്ള അധികാരികൾ പറഞ്ഞത്, ക്ഷമിക്കണം സാർ, നിങ്ങളുടെ വിരലടയാളം ആധാറുമായി മാച്ച് ആകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നൽകാൻ കഴിയില്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, സാർ, ഈ ആധാറിന്റെ ഉടമസ്ഥത എനിക്കാണ്, ഈ ആധാറിലുള്ള വ്യക്തി ഞാൻ തന്നെയാണ്, എനിക്ക് കയ്യിൽ മുറിവുണ്ട്, അതുകൊണ്ട് ഒരുപക്ഷെ നന്നായി ഡിറ്റക്ട് ആകാത്തതായിരിക്കാം. ഈ സംഘർഷമൊക്കെ ഈ ഒരു പോലീസ് അല്ലെങ്കിൽ ഈ CBCID വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. ഇത്രയും ദിവസം ഇത്രയേറെ ആളുകളുടെ ഫിംഗർ പ്രിന്റ്സ് നമ്മൾ ഈ കേസിൽ പരിശോധിച്ചല്ലോ, ആരുമായും മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കൊലയാളി അയാളുടെ കൈ വിരൽ അറിഞ്ഞുകൊണ്ട് തന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തതിനു ശേഷം അയാളുടെ കയ്യിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആകാത്തത്. എന്തുകൊണ്ട് വീണ്ടും ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല? ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. പണ്ട് ആ കൊലയാളിയുടെ കയ്യിൽ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഭേദമായിട്ടുണ്ടാകും. ഈ ഒരു ആശയം ഈ ഓഫീസർ ചീഫ് ഓഫീസറോട് പങ്കുവെക്കുന്നു. അദ്ദേഹത്തിനും ഇതൊരു മികച്ച അപ്രോച്ചായി തോന്നി. ഇപ്പോൾ CBCID ചെയ്തത് വീണ്ടും ആ ഏരിയയിലേക്ക് പോകുന്നു. ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന നാട്ടുകാരുടെ എല്ലാം വിരലടയാളം എടുത്തു. 3000 ആളുകളിൽ നിന്നും ഇത് ശേഖരിച്ചു, പരിശോധിച്ചു നോക്കി. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയധികം ശ്രമിച്ചിട്ടും ഈ 3000 പേരുടെ ഫിംഗർ പ്രിന്റ്സിൽ ഒരാളുടേത് പോലും കൊലയാളിയുടേതുമായി പൊരുത്തപ്പെട്ടില്ല. ഇപ്പോൾ ശരിക്കും CBCID അങ്ങേയറ്റം ക്ഷീണിതരായി. അവർക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ലായിരുന്നു. പക്ഷേ അവരൊരു നിഗമനത്തിലെത്തി. ശരി, ഈ ദമ്പതികളെ കൊന്ന കൊലയാളി തീർച്ചയായും ഈ പ്രദേശത്ത് ഇല്ല. അവർ നേരത്തെ വിരലടയാളം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ പൊരുത്തപ്പെട്ടില്ല. അതുകൊണ്ട് അവർ ഈ സ്ഥലം വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഏരിയയിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ അവർക്ക് തോന്നി. അതിനാൽ വീണ്ടും ഒരു ലിസ്റ്റ് എടുത്തു. ആദ്യത്തെ തവണ ഫിംഗർ പ്രിന്റ് എടുക്കുമ്പോൾ ആരെല്ലാം ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന ലിസ്റ്റ് എടുത്തു. ഇതേ ഏരിയയിൽ നിന്നും മൊത്തം 16 പേർ താമസം മാറിയിട്ടുണ്ട്. ഇങ്ങനെ താമസം മാറിയ ഓരോ വ്യക്തികളെയും നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാവരും വ്യത്യസ്ത പട്ടണങ്ങൾ താമസിക്കുകയാണ്. മൊത്തം 15 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ 15 പേർക്കും ഈ കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. ഫിംഗർ പ്രിന്റ്സും പരിശോധിച്ചു. ആ 16ാമത്തെ ഒരാൾ, അയാൾ ചെന്നൈയിൽ ചായക്കട നടത്തുന്നുണ്ട്. അയാളുടെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഈ രാജേന്ദ്രൻ കേരളത്തിൽ ഇതേ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. ഈ കൊലപാതകം നടന്നപ്പോൾ അയാൾ തന്റെ വിരലടയാളം സാമ്പിൾസ് എല്ലാം തന്നെ നൽകിയിരുന്നു. എന്നാൽ അത് മാച്ച് ആയില്ല. അതിനുശേഷം അയാൾ ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെ CBCID നേരിട്ട് രാജേന്ദ്രനെ കാണാനായി ചെന്നൈയിലേക്ക് പോകുന്നു. അവരൊരു പോലീസുകാരെ പോലെ പോയില്ല. സാധാരണ ഒരു വസ്ത്രത്തിൽ ചെന്ന് അയാൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. 1-2 ദിവസത്തേക്ക് രാജേന്ദ്രൻ എന്ന വ്യക്തിയെ ദൂരെ നിന്നും നിരീക്ഷിച്ചു. കാണുമ്പോൾ തന്നെ അറിയാം അയാൾ ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിലെ വ്യക്തിയാണ്. പക്ഷേ ഈ കേസിനും ഇയാൾക്കും ബന്ധമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ CBCIDക്ക് ചെന്നൈ വിട്ടു പോകാൻ സാധിക്കില്ല. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ചായക്കട നടത്തുന്ന ആ സ്ഥലം, അതിന് തൊട്ടടുത്ത് സമാനമായ ഒരു സുരക്ഷിതമായ ഒരു വീടുണ്ടായിരുന്നു, ഒരു ഓടിട്ട വീട്. അവിടെ കഴിഞ്ഞ മാസം ആ ഓടിട്ട വീടിന്റെ മുകളിൽ നിന്ന് ഓട് മാറ്റി ഇറങ്ങി വീടിനുള്ളിൽ ഉണ്ടായിരുന്ന 2 പേരെ കൊന്നിട്ട് കവർച്ച നടത്തിയെന്നൊരു കേസുണ്ട്. ചെന്നൈ പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വീടിനടുത്ത് സമീപത്ത് ചായക്കട ഉള്ളതിനാൽ ഈ രാജേന്ദ്രൻ എന്ന വ്യക്തിയെയും സസ്പെക്റ്റായി അകത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോ ഈ ഒരു കൊലപാതകം നടന്ന പാറ്റേൺ കേട്ടപ്പോൾ കേരള CBCIDക്ക് വല്ലാത്ത ഞെട്ടലുണ്ടായി. കാരണം
അതേ പാറ്റേണിലായിരുന്നു കേരളത്തിലും ഈ കൊലപാതകം സംഭവിച്ചത്. ഇപ്പൊ പോലീസിന് ഒരു കോൺഫിഡൻസ് കിട്ടി. രാജേന്ദ്രൻ തന്നെയായിരിക്കണം കേരളത്തിലും കൊന്നത്, ചെന്നൈയിലും ഇതേയാൾ തന്നെയായിരിക്കണം ഈ കൊലപാതകം നടത്തിയത്. ഇപ്പൊ രാജേന്ദ്രനെ പൂർണ്ണമായും സംശയിക്കാൻ തുടങ്ങി. എന്നാൽ കേരള പോലീസിന്റെ ഭാഗ്യം, ഇതിനകം ചെന്നൈ പോലീസ് അവരുടെ ആ ഒരു കേസിൽ സസ്പെക്ട് ആയ രാജേന്ദ്രനെ അന്വേഷിക്കുമ്പോൾ അയാളുടെ വിരലടയാളം സാമ്പിൾസ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയി എടുത്തിരുന്നു 1 മാസത്തിന് മുൻപ്. അതേ ഫിംഗർ പ്രിന്റ് വാങ്ങി കേരളത്തിലേക്ക് അയച്ച് പരിശോധിച്ചപ്പോൾ ഇത്തവണ പോലീസിന് ഒരു പൊരുത്തം ലഭിച്ചു. യാതൊരു സംശയമില്ല. ഈ ഗോപാലകൃഷ്ണൻ തങ്കമണിയുടെ വീടിനുള്ളിൽ കണ്ടെത്തിയ 7 വ്യത്യസ്ത വിരലടയാളം, അതിൽ 1 ഈ രാജേന്ദ്രൻ എന്ന വ്യക്തിയുടേതാണ്. അപ്പോൾ ഈ കൊലപാതകത്തിൽ രാജേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പോലീസ് ഒരു നിഗമനത്തിലെത്തി. ഇങ്ങനെ സുരക്ഷിതമായ വീടുകളിൽ, ഓടിട്ട വീടുകളിൽ ഓട് പൊളിച്ച് അകത്തേക്ക് കയറി മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ ഒരു കഴിവെന്ന്. അങ്ങനെ പോലീസ് പഴയ രേഖകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ തങ്കമണി കൊല്ലപ്പെടുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ സമാനമായ സുരക്ഷിതമായ വീട്ടിൽ ഒരു വീട്, ഓടിട്ട വീട്, അമ്മയും മകനും ആ വീട്ടിൽ താമസിക്കുകയാണ്. ഇതുപോലൊരു ദിവസം രാത്രി ഓട് പൊളിച്ച് അകത്തേക്ക് ഇറങ്ങി ആ വീട്ടിൽ ഉറങ്ങിക്കിടന്ന മകനെ ആക്രമിക്കാൻ തുടങ്ങി. മകന്റെ നിലവിളി കേട്ട് അമ്മ ഉണർന്നു. അമ്മയും ഉറക്കെ നിലവിളിച്ചു. ഈ സമയത്ത് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആ വഴി പോയവരൊക്കെ ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ വീടിനുള്ളിൽ കയറി ആ മോഷ്ടാവ് ഭയന്നുകൊണ്ട് വന്ന വഴി തന്നെ തിരികെ രക്ഷപ്പെട്ടു പോയി. ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം എന്തുകൊണ്ട് രാജേന്ദ്രൻ തന്നെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നൊരു രീതിയിൽ പോലീസിന് സംശയം വന്നു. വിരലടയാളം മാച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ പോലീസിന് വീണ്ടും അവിടെ ഒരു ആശങ്കയുണ്ട്. 2 കാര്യമുണ്ട്. ഇതിനകം തന്നെ ഒരു തവണ രാജേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു, ഫിംഗർ പ്രിന്റ്സ് എടുത്തിരുന്നു, മാച്ച് ആയില്ല. ആ സമയത്ത് അവനോട് ചോദ്യം ചെയ്തിരുന്നു, കൊലപാതകം നടന്ന ഈ നവംബർ മാസം 15-ന് നീ എവിടെയാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് 14-ാം തീയതി ഞാൻ ഇവിടെ തന്നെയായിരുന്നു. 15-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ നിന്നും പാലക്കാടേക്ക് പോയി. പാലക്കാട് നിന്നും ഞാൻ ചെന്നൈയിലേക്ക് ട്രെയിനിൽ പോയി. ഞാൻ ഈ കൊലപാതകം നടന്ന സമയം സ്ഥലത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് 15-ാം തീയതി രാവിലെ 10 മണിക്ക് ശേഷം ഇയാൾ നാട്ടിലില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഭവം നടന്നത് 15-ാം തീയതി രാത്രി അല്ലെങ്കിൽ 16-ാം തീയതി രാവിലെ സംഭവിച്ചിരിക്കണം. ഇയാൾ പക്ഷെ സംഭവം നടക്കുമ്പോൾ ഞാൻ നാട്ടിലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് അന്ന് തന്നെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഇയാളെ റിമൂവ് ചെയ്തു. ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ CBCIDസിനെ അലട്ടുന്നത്. അങ്ങനെ ഇവനെ പിടികൂടി ചോദ്യം ചെയ്യേണ്ട അവസരത്തിനായി അവർ കാത്തിരുന്നു. ഇവരെ ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം കേരളത്തിലേക്ക് അവൻ വരുന്നത് വരെയും കാത്തിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം രാജേന്ദ്രൻ കേരളത്തിലേക്ക് എത്തി. തുടർന്ന് കേരള CBCIDs പോലീസ് എല്ലാവരും അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, ഈ സംഭവം നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു? അതിനവൻ പോലീസിനോട് ഇതിനകം പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു. 15-ാം തീയതി രാവിലെ ഞാൻ പാലക്കാട് പോയി, അവിടെ നിന്നും ചെന്നൈയിൽ ട്രെയിനിൽ പോയി എന്നും പറഞ്ഞു. ഇവൻ ഇത് തന്നെ പറയുമെന്ന് പോലീസിന് ഇതിനകം നന്നായി തന്നെ അറിയാം. അതിന് മുൻപ് തന്നെ ഇയാളുടെ ഈ മൊബൈൽ ഫോൺ രേഖകളെല്ലാം പോലീസ് എടുത്തു വെച്ചു. അതിൽ പോലീസ് കണ്ടുപിടിച്ചൊരു കാര്യം, ഇവൻ പറഞ്ഞതുപോലെ 15-ാം തീയതി രാവിലെ തന്നെ ഇവിടെ നിന്നും തിരിച്ചു. 15-ാം തീയതി ഒരു ഉച്ചയോടുകൂടി പാലക്കാട് എത്തി. പാലക്കാടിലെത്തിയതും ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനുശേഷം 36 മണിക്കൂർ കഴിഞ്ഞാണ് ഈ മൊബൈൽ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആയത്, അതും ചെന്നൈയിൽ. അപ്പൊ പാലക്കാട് നിന്നും ചെന്നൈയിലേക്ക് പോകണമെങ്കിൽ 36 മണിക്കൂറൊന്നും എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ആ ഗ്രാമത്തിൽ നിന്നും അവൻ പാലക്കാടേക്ക് പോയ കാര്യം എല്ലാവരും കണ്ടു. അങ്ങനെ പാലക്കാടിലേക്ക് പോയ വ്യക്തി അവിടെ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്നതിന് പകരം പാലക്കാട് വെച്ച് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അതേ ദിവസം വൈകുന്നേരം അവൻ സ്വന്തം ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ വന്നു, കൊലപാതകം നടത്തി. പിന്നീട് വീണ്ടും പാലക്കാട് പോയി. പാലക്കാടിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിൽ പോയതിനു ശേഷമാണ് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയത്. ഇപ്പൊ പോലീസിന് നന്നായി മനസ്സിലായി, പാലക്കാട് നിന്നും ചെന്നൈയിലേക്ക് പോകാൻ 36 മണിക്കൂർ എടുക്കില്ല. ഇടയിലുള്ള ഈ സമയത്ത് ഇങ്ങനെ തന്നെയായിരിക്കണം സംഭവിച്ചിരിക്കുക. പക്ഷെ അത് അവൻ തന്നെ പറയണം. അതുകൊണ്ട് ഈ 36 മണിക്കൂർ ഈ സമയത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, നോക്കൂ സാർ, എൻ്റെ ഫോൺ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും, ചാർജ് തീർന്നിട്ടുണ്ടാകും, കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാകാം. എങ്ങനെയാണ് ട്രാവലായിരിക്കുമ്പോൾ എനിക്കിത് ശരിയാക്കാൻ സാധിക്കുക? ചെന്നൈയിൽ പോയതിനു ശേഷം ഒരു പക്ഷെ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ സംഭവിച്ച് 5 വർഷമായില്ലേ? ഇപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഒന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്നവൻ പറഞ്ഞു. ശരി, ഇത് നിനക്ക് ഓർമ്മയില്ല എന്ന് നമുക്ക് വയ്ക്കാം. എന്നാൽ ഈ സംഭവം നടന്ന് 2 മാസം കഴിഞ്ഞ് നിന്റെ കടങ്ങളെല്ലാം നീ പൂർണ്ണമായും വീട്ടി. നിനക്ക് ലക്ഷക്കണക്കിന് കടമുണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാം. എല്ലാ കടങ്ങളും പെട്ടെന്ന് നീ സെറ്റിൽ ചെയ്തു. എങ്ങനെയാണ്? ചെന്നൈയിൽ വെറും ഒരു ചായക്കട നടത്തി 2 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് കടം വീട്ടാൻ എങ്ങനെ സാധിക്കും? ഈ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. രാജേന്ദ്രൻ ഈ ഒരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഒരു ഉത്കണ്ഠ നിഴലിച്ചു. അവന്റെ ശരീരമാകെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് നിറയാൻ തുടങ്ങി. മുഖം വിളറിയതായി തോന്നി.
ഈ ഒരു ഭയമാണ്, ഭീതിയാണ് പോലീസും അവനിൽ നിന്നും പ്രതീക്ഷിച്ചത്. പോലീസ് സാധാരണയായി ചോദ്യം ചെയ്തെങ്കിൽ പോലും, വാഗൊണ്ട് എന്തൊക്കെയോ പറഞ്ഞവൻ പറ്റിച്ചാൽ പോലും അവന്റെ മുഖം വ്യക്തമായി തന്നെ കാണിച്ചു കൊടുത്തു അവനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന്. അപ്പൊ തന്നെ പോലീസിന് മനസ്സിലായി അവൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് 100% ഉറപ്പിച്ചു. ഒടുവിൽ പോലീസ് പിടികൂടി. ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെ കൊലപാതകം ചെയ്തു എന്ന് രാജേന്ദ്രൻ എന്ന വ്യക്തി പറയാൻ തുടങ്ങി. സർ, എനിക്ക് കടമ്പഴിപുരമാണ് സ്വന്തം ജന്മനാട്. എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. ചെന്നൈയിൽ ചായക്കടയിൽ ജോലിക്ക് പോവുകയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്യും. എനിക്ക് അമേരിക്കൻ ഹൗസും ആ വീട്ടിലെ ദമ്പതികളെയും നന്നായി തന്നെ അറിയാം. അവരുടെ പക്കൽ ഒരുപാട് പണമൊന്നും ഇല്ല എന്നും എനിക്കറിയാം. പക്ഷെ അടുത്തിടെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ഇവർ ഒരു സ്ഥലത്ത് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങാനായി മുൻകൂറായി കുറച്ച് പണം നൽകി. നവംബർ മാസം 16-ാം തീയതി 2016 വർഷം അന്നാണ് രജിസ്ട്രേഷൻ വെച്ചിരുന്നത്. സാധാരണ ഒരു രജിസ്ട്രേഷനൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു വലിയ തുക വിഡ്രോ ചെയ്ത് വെച്ചിരിക്കും. കുറച്ച് തുക ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യും, ചില തുക പണമായി കൊടുക്കാനായി നമ്മൾ വെച്ചിരിക്കും. അപ്പോൾ ഈ ദമ്പതികൾ ബാങ്കിൽ നിന്നും വലിയൊരു തുക പിൻവലിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ദിവസം രാത്രി ആ വീടിനുള്ളിലേക്ക് കയറിയത്. അതേസമയം ഞാൻ ആ സ്ഥലത്ത് ഇല്ലാത്തതുപോലെ കാണിക്കുകയും വേണം. അതിന് പാലക്കാടേക്ക് പോയി അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. വീണ്ടും എൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ വന്നു. വൈകുന്നേരം വരെയും ഞാൻ കാത്തിരുന്നു. അതിനുശേഷം ആ ഗ്രാമം ശാന്തമായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഒരു വലിയ ഏണി എടുത്തുകൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നു. ആ ഏണിയിലൂടെ മേൽക്കൂരയിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഓട് ഊരി മാറ്റി. എവിടെയാണ് ടേബിൾ ഉള്ളതെന്ന് എനിക്ക് നന്നായി അറിയാം. കൊണ്ടുപോയ കയർ ബീമിൽ കെട്ടി താഴേക്ക് ഇറങ്ങി. ഞാൻ താഴെ ഇറങ്ങിയ ഉടൻ തന്നെ തങ്കമണി എന്ന സ്ത്രീ ഉണർന്നു. ഞാൻ ഒരല്പം പോലും താമസിക്കാതെ അവരെ കഠിനമായി ആക്രമിക്കാൻ തുടങ്ങി. കത്തി ഉപയോഗിച്ച് അവരെ വെട്ടാൻ തുടങ്ങി. ആ സമയത്ത് ആ സ്ത്രീ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവരുടെ കരച്ചിൽ കേട്ട് ഭർത്താവ് ഉണർന്നു. അയാളെ ഞാൻ പലതവണ ആക്രമിച്ചു, കത്തി കൊണ്ട് കുത്തി. എത്ര തവണ അവരെ ആക്രമിച്ചു എന്ന് എനിക്ക് പോലും അറിയില്ല. രണ്ടുപേരും പൂർണ്ണമായും നിശബ്ദരായി. പിന്നീട് ഞാൻ ആ സ്ത്രീയുടെ കഴുത്തിൽ ധരിച്ചിരുന്ന ചെയിൻ എടുത്തു. അപ്പോഴാണ് എനിക്കൊരു ഭയം വരാൻ തുടങ്ങിയത്. രണ്ടുപേരെ ഞാൻ കൊന്നല്ലോ, പോലീസിൽ അകപ്പെടുമല്ലോ എന്ന്. അതുകൊണ്ട് പോലീസിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടാൻ, കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാൻ എന്തിനു വേണ്ടിയാണോ വീടിനുള്ളിലേക്ക് കയറിയത് അതുപോലും മറന്ന് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഇവിടെ നിന്നും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കിണറുണ്ട്, ആ കിണറിനുള്ളിലേക്ക് ഞാൻ ഇട്ടു എന്നും പറഞ്ഞു. ഇപ്പോൾ ഇവൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് 100% സത്യം തന്നെയാണ്. ഈ കിണറിനുള്ളിലേക്ക് പോലീസ് ഇറങ്ങി പരിശോധിച്ചു. 5 വർഷത്തിന് ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തി. ഒടുവിൽ ഗോപാലകൃഷ്ണൻ തങ്കമണി ദമ്പതികളുടെ കൊലപാതക കേസിൽ രാജേന്ദ്രൻ എന്ന 49 വയസ്സ് തോന്നിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും പോലീസിനോട് ചോദിച്ചു, ഇപ്പോൾ നിന്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ആയി, പക്ഷെ തുടക്കത്തിൽ നിന്നെ പോലീസ് പിടിച്ച് പരിശോധിച്ചല്ലോ, ഫിംഗർ പ്രിന്റ്സും എടുത്തു, അപ്പൊ എന്തുകൊണ്ട് മാച്ച് ആയില്ല എന്ന് ചോദിച്ചു. ഞാൻ ചായക്കടയിൽ ജോലി ചെയ്യുമ്പോൾ കയ്യിൽ ചൂടുവെള്ളം കൊണ്ടു. അപ്പോൾ എന്റെ വിരലിലെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഫിംഗർ പ്രിന്റ് മാച്ച് ആയില്ല എന്നും പറഞ്ഞു. ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണോ, അല്ലെങ്കിൽ വിരലടയാളം നശിപ്പിക്കാൻ അയാൾ സ്വയം ചൂടുവെള്ളം ഒഴിച്ചതോ? ഇത് പോലീസിന് അവസാനം വരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അന്ന് അവനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം ഇതാണ്. പോലീസ് ഈ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു, പക്ഷെ അയാളുടെ പേരിൽ മറ്റൊരു കേസ് കൂടെ ഉണ്ട്. ഈ വീടിനടുത്തുള്ള മറ്റൊരു വീട്ടിൽ ഇവൻ ആക്രമിച്ചു കയറിയല്ലോ. അവരമ്മയും മകനും താമസിച്ചു ആ വീട്ടിൽ. വീണ്ടും ചെന്നൈയിൽ ഒരു വീട് കയറി ആക്രമിച്ചു. ഈ ഒരു കേസൊക്കെ അയാൾക്കെതിരെ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ ഒരാളെ തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണം. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ. ഇനി അത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട കൊലയാളികൾക്ക് ജാമ്യം ലഭിക്കും. എന്നാൽ ഈ ഒരു കേസിൽ CBCID നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകണം. ഇതിനകം ക്രൈം സീനിൽ നിന്നും 7 വ്യത്യസ്ത വ്യക്തികളുടെ ഫിംഗർ പ്രിന്റ്സ് കണ്ടെടുത്തു. പക്ഷെ ഇവർ ഒരേ ഒരാളെ മാത്രമേ ഇപ്പോൾ കണ്ടെത്തിയുള്ളൂ. ബാക്കിയുള്ള 6 പേർ ആരാണെന്ന് അറിയില്ല. ഈ രാജേന്ദ്രനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ വാ തുറക്കുന്നില്ല. ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ വന്നു. അതുകൊണ്ട് അവർക്ക് ചാർജ് ഷീറ്റ് തയ്യാറാക്കാൻ സാധിച്ചില്ല. 90 ദിവസത്തിൽ അതവർക്ക് അത് കോടതിയിൽ സമർപ്പിക്കാനും സാധിച്ചില്ല. അങ്ങനെ കേസിൽ അറസ്റ്റായ കുറ്റവാളി രാജേന്ദ്രന് ജാമ്യം ലഭിച്ചു. ബാക്കിയുള്ള 6 പേരെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കേസ് ട്രയലിന് പോവുകയുള്ളൂ. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളതുകൊണ്ട് ഇത് വിചാരണയ്ക്ക് പോകുന്നില്ല. ശരിയായ കുറ്റപത്രം തയ്യാറാക്കാനും സാധിച്ചില്ല. രാജേന്ദ്രൻ ഇപ്പോൾ പുറത്തു വന്ന് വളരെ സ്വതന്ത്രനായി നടക്കുകയാണ്. ഈ കേസ് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തൊരു കേസായി നിലനിൽക്കുന്നു. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ 7 പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ,
അല്ലെങ്കിൽ തെറ്റായ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ആയിട്ടുണ്ടോ ഒന്നും ആർക്കും അറിയില്ല. ശരിക്കും ഒരു ഗ്യാങ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ അതിനുള്ള ഉത്തരം ഈ രാജേന്ദ്രൻ മാത്രമേ പറയാൻ കഴിയൂ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുഴപ്പം നിറഞ്ഞൊരു കാര്യം ഇതാണ്: രാജേന്ദ്രൻ ഒറ്റയ്ക്കാണോ ചെയ്തത്, അതോ മറ്റ് 6 പേർ അദ്ദേഹത്തോടൊപ്പം ഇതിൽ കൂട്ടുചേർന്ന് ചെയ്തോ? ഇതിന് ഉത്തരം ഇന്നുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ഒരു 6 പവൻ അല്ലെങ്കിൽ 7 പവൻ സ്വർണം മോഷ്ടിക്കുന്നതിന് ഈ 7 പേർ ആ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാകുമോ? തീർച്ചയായും അതിന് സാധ്യതയുണ്ടാകില്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജേന്ദ്രൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള 6 ഫിംഗർ പ്രിന്റ്സ് ആരുടേതാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ മുൻപ് വന്നുപോയ അതിഥികൾ, ബന്ധുക്കൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ഇനി അതുമല്ല എങ്കിൽ ക്രൈം സീനിലേക്ക് പോലീസുകാർ വരുന്നതിന് മുൻപ് വീട് പൊളിച്ച് കുറെ ആളുകൾ അകത്തേക്ക് കയറിയിരുന്നു, അവരുടേതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഈ സംഘമായി ചേർന്നാണ് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കവർച്ചകൾ ചെയ്യുന്നത് എങ്കിൽ 7 പേരും അകത്തേക്ക് കയറില്ല. 2 പേർ പുറത്തു നിൽക്കും, അടുത്ത ഒരാൾ കൂരയ്ക്ക് മുകളിൽ നിൽക്കും. കാരണം ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് സിഗ്നൽ കൊടുക്കണം. ഇങ്ങനെ ഒരു ടീമായിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുക. 7 പേരും അകത്തേക്ക് ഇറങ്ങി ഈ കൊലപാതകം ചെയ്തിട്ട് 7 പവൻ സ്വർണം മാത്രം എടുത്തിട്ട് അവിടെ നിന്നും അതുപോലെ പോകുവാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. പക്ഷേ ഈ കേസിൽ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം, ഫോറൻസിക് ടീം 7 ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്ത് ഈ ഒരു കേസിനെ തന്നെ കുഴപ്പത്തിലാക്കി. ആവശ്യമില്ലാതെ കളക്ട് ചെയ്ത 6 ഫിംഗർ പ്രിന്റ് ആണ് ഈ രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് ശിക്ഷ നൽകാൻ കഴിയാതെ തടഞ്ഞത്. ഇതൊക്കെ എൻ്റെ ഊഹം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും പോലീസ് ടീം ഈ ഒരു 6 ഫിംഗർ പ്രിന്റ്സ് ആരുടേതാണെന്ന് തിരയുകയാണ്. ഇതിപ്പോഴും ഒരു അൺസോൾവ്ഡ് കേസാണ്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? സത്യത്തിൽ രാജേന്ദ്രൻ എന്ന വ്യക്തി മാത്രമാണോ ഈ കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടമായി ചേർന്ന് ചെയ്തിട്ടുണ്ടാകുമോ? ഇനി രാജേന്ദ്രൻ ഒറ്റയ്ക്ക് ചെയ്താണെങ്കിൽ ബാക്കി ലഭിച്ച ഫിംഗർ പ്രിന്റ്സ് ആരുടേത്? ഞാൻ പറഞ്ഞതുപോലെ ഈ തിയറി ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിയറീസ് ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഈ ഒരു വീഡിയോയിൽ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.